എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിന്റെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. മൈ സ്പെക്ടിക്കിൾസ് ഡാഷ് ഓൺ ദി ടേബിൾ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? മൈ സ്പെക്ടിക്കിൾസ് ഡാഷ് ഓൺ ദി ടേബിൾ. അപ്പോൾ സ്പെക്ടിക്കിൾസ് ആണെങ്കിലും പൈജാമാസ് ആണെങ്കിലും നിക്കേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ ഷൂസ്, സോക്സ്, അങ്ങനെ രണ്ടായിട്ട് തോന്നുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, ബൈനോക്കുലേഴ്സ്. അതിനെയൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പൊ പ്ലൂരൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? എസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്. നമ്മുടെ ആൻസർ ആറാണ്. മൈ സ്പെക്ടിക്കിൾസ് ആർ ഓൺ ദി ടേബിൾ അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എക്കണോമിക്സ്, ഇതിന്റെ എല്ലാം ലാസ്റ്റ് എസ് അല്ലേ. അപ്പൊ മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ കൂടെ തന്നെ പഠിച്ചു പോണേ. മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ലാസ്റ്റ് എസ് ആണല്ലോ. പൊളിറ്റിക്സ്, നമ്മളതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഇപ്പോ യോർ മാത്തമാറ്റിക്സ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. യോർ മാത്തമാറ്റിക്സ് ഡാഷ് റോങ് ഇങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയണം? ആ റോങ് എന്ന് പറയണം. ഓക്കെ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്റെ കണക്ക് കൂട്ടലുകൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലല്ല. മനസ്സിലായോ? അപ്പൊ നിന്റെ കണക്ക് കൂട്ടലുകൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ പ്ലൂറൽ വേണ്ടേ യൂസ് ചെയ്യാൻ. അപ്പൊ അവിടെ എസ് കൊടുക്കരുത്. വെറുതെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമുക്ക് എസ് പറയാം. മാത്തമാറ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്ട് അങ്ങനെ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ VFA ആണെങ്കിലും അതുപോലെ തന്നെ LDCക്ക് വേണ്ടിയിട്ടുള്ള, LPUPക്ക് വേണ്ടിയിട്ടുള്ള, ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടുള്ള, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇംഗ്ലീഷിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിന്റെ മാത്രമായിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിൽ VFAയുടെ നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ആണ്. ഒരു 10 മണിക്കൂറിന്റെ ക്ലാസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് 199 റുപ്പീസ് ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ ഗ്രാമറും വൊക്കാബുലറി എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമന്റ് സെക്ഷൻ ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ചൂസ് ദി പാസീവ് ഫോം. കംപ്ലീറ്റ് ദിസ് ടാസ്ക്. ഇതിന്റെ പാസീവ് വോയിസ് ആണ് ചോദ്യം. ഓക്കെ, കംപ്ലീറ്റ് ദിസ് ടാസ്ക്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു വെർബ് അല്ലേ? എങ്ങനെ മനസ്സിലായി വെർബാണെന്ന്? കാരണം അതിനെ നമുക്ക് പല രീതിയിൽ പറയാലോ. കംപ്ലീറ്റിംഗ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റ്സ്, അങ്ങനെ പല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വേർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വെർബ് എന്ന് പറയൂ അല്ലെ. ഓക്കെ, അപ്പൊ ഇത് വെർബാന്ന് മനസ്സിലായി. അങ്ങനെ ഒരു വെർബ് ആണെങ്കിൽ ഇതൊരു ഇംപരേറ്റീവ് സെന്റൻസ് അല്ലേ? നമുക്കറിയാം ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളായിരിക്കും. അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റോ ഓർഡറോ കമാൻഡോ അങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അങ്ങനെ ഇംപരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ഉള്ള ഫോർമാറ്റ് എന്താ വരിക? ലെറ്റ് ഉണ്ടാവും, ബി ഉണ്ടാവും, V3 ഫോം ഉണ്ടാവും അല്ലെ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലെറ്റ് ദിസ് ടാസ്ക് ബി കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ വിചാരിക്കണം. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് എന്താ പറയാ, ജസ്റ്റ് ഇതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. മൂന്നാമത്തെ ചോദ്യം. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് ദി വർക്കേഴ്സ് ആർ സിൻസിയർ. ഇവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, നൺ ഓഫ് ദി വർക്കേഴ്സ് ആർ സിൻസിയർ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഇത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ശല്യമൊക്കെ തീർന്നു അല്ലെ. പിന്നെന്താ ഇവിടെ കൊടുത്തിട്ടില്ലേ? 6. അയ്യോ സോറി, ഇവിടെ ഒരു കറക്റ്റ്, ഇവിടെ 6 ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? 6 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മുടെ ആൻസർ ആർ ദേ. ഇവിടെ നൺ ഓഫ് ദി വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലൂറലാണ്, ദേ ആണ് വരിക അല്ലെ. അപ്പൊ ആൻസർ ഇട്ട് ഇസ് ഓപ്ഷൻ ഡി. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. സപ്ലൈ ദി റൈറ്റ് ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എത്രാമത്തെ ചോദ്യമാണത്? നമ്മുടെ 4ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഐ വോണ്ട് ടു ഗിവ് ഹിം ഡാഷ് യൂസ്ഫുൾ ഗിഫ്റ്റ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ വോണ്ട് ടു ഗിവ് ഹിം ഡാഷ് യൂസ്ഫുൾ. അപ്പൊ എപ്പോഴും നോക്കുക, യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? യാ അല്ലെ. യാ വരുമ്പോ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? വേഗം പറയൂ. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ ആണ് പറയാ അല്ലെ. അപ്പൊ ഐ വോണ്ട് ടു ഗിവ് ഹിം എ യൂസ്ഫുൾ ഗിഫ്റ്റ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? അല്ലാണ്ട് യു കണ്ടു എന്നും പറഞ്ഞിട്ട് അവിടെ ആൻ പറയരുത്. നമ്മൾ എപ്പോഴും അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ വ്യഞ്ജനാക്ഷരാണെങ്കിൽ അല്ലെ, വ്യഞ്ജനാക്ഷരത്തിന്റെ സൗണ്ട് ആണ് വരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? എ യൂസ് ചെയ്യണം. സ്വരാക്ഷരാണെങ്കിൽ നമ്മൾ അവിടെ ആൻ യൂസ് ചെയ്യണം. ഓക്കെ,
യെസ്. ഇനി അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ടീച്ചർ സെഡ് ദ കളർ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഇസ് റെഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? സ്പീഡിൽ കമന്റ് ചെയ്തോളൂ. ദ കളർ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഇസ് റെഡ്. അപ്പോ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടെൻസ് മാറ്റാൻ പാടില്ല. ഓക്കെ, പലർക്കും ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാൻ പറയുമ്പോൾ ഇതിനെ ടെൻസ് മാറ്റണം എന്നുള്ള ഒരു സംഭവമായിരിക്കും മൈൻഡിലേക്ക് വരണ്ടാവുക. പക്ഷെ ഇതേപോലെ ട്രൂത്ത് ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ അവിടെ സിമ്പിൾ പ്രസനൻസ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോളൂ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ പ്രസനൻസ് എന്നുള്ള രീതിയിൽ എസ് അല്ലേ വരുള്ളൂ. അപ്പൊ ജനറൽ ട്രൂത്ത് ഫാക്റ്റ് ഒക്കെ പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസനൻസ് ആണ് യൂസ് ചെയ്യുക. ടീച്ചർ സെഡ് ദാറ്റ് ദ കളർ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഇസ് റെഡ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദി സെന്റൻസ് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് യു ഹാഡ് ബെറ്റർ ഡാഷ് ഹോം. ഓക്കെ, സോറി, ഇവിടെ ഡാഷ് ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരിക? യു ഹാഡ് ബെറ്റർ ഗോ ഹോം എന്ന് വേണം പറയാനായിട്ട്. കാരണം ഹാഡ് ബെറ്റർ എന്ന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? V1 ഫോം യൂസ് ചെയ്യണം കേട്ടോ. ഹാഡ് ബെറ്ററിന് ശേഷം എന്താ നമ്മൾ യൂസ് ചെയ്യുക? V1 ഫോം. V1 ഫോം എന്ന് പറഞ്ഞാൽ എസ് ഒന്നും ചേർക്കാൻ പാടില്ല, ബേസ് ഫോം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 2 ഒന്നും ചേർത്ത് പറയരുത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, സ്കേർസ്ലി ഹാഡ് ഹി ലോക്ക് ദി ഗേറ്റ് dash somebody knocked at it. Okay, scarcely had he locked the gate dash somebody knocked at it. അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ദാൻ ആണോ, ദെൻ ആണോ, നൗ ആണോ, വെൻ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? വെന്ന് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെ? കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹാർഡ്ലി, സ്കേർസ്ലി, റെയർലി അല്ലെ? ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ വെന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. തെറ്റണ്ട, കാരണം ഹാർഡ്ലി എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഓർത്ത് വയ്ക്കുക, ഹാർഡ്ലി, സ്കേർസ്ലി, റെയർലി. ഹാർഡ്ലിയുടെ കൂടെ നമ്മൾ W അല്ലെ, ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ പിന്നെ ഹാർഡ്ലിയുടെ കൂടെയുള്ള സ്കേർസ്ലി, റെയർലിയുടെ ഒക്കെ കൂടെ നമ്മൾ W വെൻ വെച്ചിട്ട് തന്നെയായിരിക്കും യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നോ സൂണറിന്റെ കൂടെയാണ് നമ്മൾ ദാൻ യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, ഇഫ് യു വോണ്ട് മണി ഡാഷ്. നമ്മുടെ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ക്ലോസ് ആണ് അല്ലെ? ഇഫ് യു വോണ്ട് മണി ഇവിടെ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? വില്ല് പ്ലസ് V1 യൂസ് ചെയ്യും അല്ലെ? അതിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇഫ് യു വോണ്ട് മണി ഐ വിൽ ഗിവ് യു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതെല്ലാം നമ്മുടെ PSC ബുള്ളറ്റിൻ ആണ്. അടുത്ത ചോദ്യം, യൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ദേ ഡാഷ് ഹിയർ ഫോർ 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരിവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ശരിയല്ലേ? അപ്പൊ ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഫോർ അല്ലെങ്കിൽ സെൻസ് ഒക്കെ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഹാസ് എൻ എറർ. ഇവിടെ നമുക്ക് 4 പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എറർ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം കേട്ടോ. എന്താണ് ആൻസർ ആയിട്ട് വരിക? നോക്കിയിട്ട് പറഞ്ഞോളൂ. ആൻസർ ഈ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അല്ലെ? കാരണം ഇസ് യൂസ്ഡ് ടു. ഓക്കെ, ഇസ് മാത്രം തന്നെ ആവണം എന്നില്ല കേട്ടോ. വാസ് ആവാം, അങ്ങനെയുള്ള ബി ഫോംസ് ഉണ്ടല്ലോ. അപ്പൊ ഇസ് യൂസ് ടു, ഇതിന് ശേഷം നമ്മൾ ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഡ്രൈവ് അല്ല വരിക, എന്താ വരണ്ടേ? ഡ്രൈവിംഗ് എന്ന് വേണം വരാനായിട്ട് അല്ലെ? അപ്പൊ അരുൺ ഇസ് യൂസ് ടു ഡ്രൈവിംഗ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഷീ യൂസ് ടു സ്റ്റഡി, അത് കറക്റ്റാ. ഷീ യൂസ് ടു സ്റ്റഡി, അവൾ പഠിക്കുമായിരുന്നു. ഷീ യൂസ് ടു സ്റ്റഡി. പക്ഷേ ഇവിടെ യൂസ് ടു മാത്രമല്ല അല്ലെ, അതിന്റെ ഫ്രണ്ടിൽ ഒരാളും കൂടി ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ INGയും കൂടെ ചേർത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക്, അതായത് കമന്റ് സെഷൻ ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഏത് കോഴ്സാണ്, ഏത് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ബൈ.